അമ്പട കേമാ സണ്ണി കുട്ട. ഹേ ഗായ്സ്, BC യൂട്സിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം BC. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന സിനിമ റിലീസായിരിക്കുകയാണ്. എത്ര പേര് ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കണ്ടു, അതിന് എത്ര പേര് ആ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഈ സിനിമ ഓഫ്കോഴ്സ് തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇത് മാർവലിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് കംബാക്ക് കൊടുത്ത ഒരു സിനിമയാണ്. അതുപോലെ തന്നെ മാർവലിൽ നിന്ന് ഫസ്റ്റ് R-rated ഫിലിം, ഡിസ്നി മാർവൽ കണ്ടിരുന്ന ഫസ്റ്റ് R-rated കോമിക് ബുക്ക് മൂവിയും കൂടിയാണിത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പടം സംബന്ധിച്ചാൽ ഇത് ഒരു കംപ്ലീറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് വരുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ സിനിമയുടെ മൂഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിനു മുമ്പ് ഡെഡ്പൂൾ സിനിമകളുടെ ഓപ്പണിംഗ് സീൻ നോക്കുകയാണെങ്കിൽ ഒരു 5 സീക്വൻസിലൂടെ തുടങ്ങി പോയിട്ടുണ്ടാവും. ആ ഒരു പാറ്റേണിൽ വേറൊരു തരത്തിൽ അത് കാണിച്ചിട്ടുണ്ടാവും. അമേസിങ് വർക്ക് എന്ന് തന്നെ പറയണം. ആൻഡ് ഒരുപാട് സിനിമകളുടെ റെഫറൻസ്, ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് ക്യാമിയോസ്, അങ്ങനെ എന്താ പറയുക, ഒരു ട്രീറ്റ്. ഇതുവരെ മാർവൽ സിനിമകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ സംബന്ധിച്ച് വലിയൊരു ട്രീറ്റാണ് ഈ സിനിമ. നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞാൻ സിനിമ കണ്ടപ്പോൾ പലർക്കും പല ക്യാരക്ടേഴ്സും വരുമ്പോഴത്തേക്കും പല ക്യാരക്ടേഴ്സിനും റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ചില സിനിമകൾ കാണാത്തവരുണ്ടാവും. പക്ഷേ അടുത്തിരിക്കുന്നവരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഞാൻ കേട്ടു. കാരണം അത്ര എൻ്റർടൈനിങ് ആയിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ നോക്കുകയാണെങ്കിൽ സമയം പോകാത്ത അറിയാത്ത പോലെ ചിരിച്ച് ആസ്വദിച്ച് കരഞ്ഞൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. പടത്തിലെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഹ്യൂമർ ആയിക്കോട്ടെ, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ട്രോളുന്നതായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇവർ എന്താ പറയുക, ആ ഒരു കമ്പനീസിനെ, ഡിസ്നിയെയും മാർവലിനെയും ഫോക്സിനെയൊക്കെ ട്രോളുന്നതൊക്കെ നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡിസ്നിക്കും മാർവലിനും ഫോക്സിനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ റയൻ റെയ്നോൾഡ്സ്. ഈ പടം നോക്കുകയാണെങ്കിൽ നമ്മളുടെ റയൻ റെയ്നോൾഡ്സ് ആൻഡ് അതുപോലെ തന്നെ ഹ്യൂ ജാക്ക്മാൻ തോളിൽ താങ്ങി നിർത്തിയിരിക്കുകയാണ്. 2 മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഭയങ്കര ഹ്യൂജ് ഫാൻ ബേസ് ഉള്ള 2 കഥാപാത്രങ്ങൾ. അവർക്ക് 2 പേർക്കും ഇമ്പോർട്ടൻസ് വെച്ച് എഴുതുക എന്ന് പറയുന്നത് ഹ്യൂജ് ടാസ്ക്കാണ്. അതിൽ സക്സസ്ഫുള്ളായിട്ട് വിന്നായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഹ്യൂജ് വർക്ക്. എന്താ പറയുക, 2 കഥാപാത്രങ്ങളെ ജസ്റ്റിഫൈ ചെയ്യുമ്പോഴുള്ള സീൻസ്, 2 കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അടിക്കാനുള്ള ആ ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത്, അത് 2 മണിക്കൂറിൻ്റെ അകത്ത് വളരെ വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വേരിയൻസ്, വൂൾവറിൻ്റെ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഡെഡ്പൂളിൻ്റെ ഒരുപാട് വേരിയൻസ് വരുന്നുണ്ട്. വൂൾവറിൻ്റെ ആ ഒരു പൊക്കം കുറഞ്ഞ വേർഷനെ കാണിച്ചിട്ടുണ്ട്. കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടൊരു വൂൾവറിനെ ഒരു സീനിൽ കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് ഒരുപാട് എന്താ പറയുക, സർപ്രൈസ് ക്യാമിയോസ്, എക്സ്റ്റെൻഡഡ് ക്യാമിയോസ് എന്നൊക്കെ പറയാൻ പറ്റും. ആൻഡ് ഒരുപാട് പഴയ സിനിമ ക്യാരക്ടേഴ്സ് തിരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കഥാപാത്രത്തെ കാണിച്ചപ്പോൾ പലരും ഞെട്ടിപ്പോയി എന്ത് പറയുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട്. സോ സിനിമയെക്കുറിച്ച് ഒന്നും തന്നെ തുറന്ന് പറയാൻ പറ്റില്ല, കാരണം പറയുന്നതല്ലേ സ്പോയിലറായി പോകും. സോ സിനിമ നിങ്ങളെല്ലാവരും കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു കംപ്ലീറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന സിനിമ. 3D ആണ് പടം. 3D നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ചില സീൻസൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ പടത്തിൽ വില്ലത്തിയായിട്ട് വരുന്നത് നോക്കുകയാണെങ്കിൽ കസാൻഡ്ര നോവ, നമ്മളുടെ ചാൾസ് എക്സേവിയറിൻ്റെ ട്വിൻ സിസ്റ്ററായിട്ട് വരുന്ന കഥാപാത്രമാണ്. ആൻഡ് ഈ ഒരു കഥാപാത്രത്തിനെ കുറച്ച് ക്രീപ്പി ആയിട്ട്, പവർ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിസ്കസ്റ്റിംഗ് ആയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയത്തില്ല. വില്ലന്മാരുടെ സൈഡ് കുറച്ചും കൂടെ ഡെപ്തിൽ എഴുതാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷേ ആ പെർഫോമൻസ് ഫേസ് വെച്ച് നോക്കാൻ നേരത്ത് ഇറ്റ്സ് നൈസ്. ഒരുപാട് സർപ്രൈസ് മൊമെൻറ്റ്സ് ഒക്കെ സിനിമയ്ക്കകത്ത് വെച്ചിട്ടുണ്ടാവും. എന്താ പറയുക, തുടക്ക സീനിൽ വരുന്ന ക്യാമിയോസ്, പിന്നെ വരുന്ന ആ ഒരു ക്യാരക്ടറൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഈ ഒരു സിനിമ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഹ്യൂ ജാക്ക്മാനിലും റയൻ റെയ്നോൾഡ്സിലുമാണ്. അവർ വണ്ടർഫുള്ളായിട്ട് ഈ ജോബ് ചെയ്തിട്ടുണ്ട്. 1 ടൈം ഒന്നുമല്ല, 2-3 തവണ തിയേറ്ററിൽ പോയി കാണാനുള്ള സ്റ്റഫുള്ള ഒരു സിനിമയാണ്. 18 വയസ്സിന് മുകളിൽ പോവുക, രക്തം കൊണ്ടൊരു ആറാട്ട് എന്ന പടത്തിൽ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി എന്താ പറയുക, ഓപ്പണിംഗ് സീനിലും പിന്നെ ആ ഒരു ഡെഡ്പൂളിൻ്റെ ആ ഒരു എന്താ പറയുക ഗ്രൂപ്പ്, ഡെഡ്പൂൾ കോപ്സ് വരാൻ നേരത്തുള്ള ആ സമയത്തൊക്കെ രക്തം കൊണ്ടൊരു ആറാട്ട് നടന്നിട്ടുണ്ട്. വൂൾവറിൻ്റെ ആ ഒരു ഒറിജിനൽ ലുക്ക് നമുക്ക്, മാസ്ക് ഒക്കെ ഉള്ള ഒരു ലുക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പടത്തിൻ്റെ അകത്ത്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സിനിമയെക്കുറിച്ച് പറയാൻ. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. മാർവലിൽ നിന്ന് ഈ അടുത്ത കാലത്ത് നിന്ന് ഇത്ര എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സിനിമ ഞാൻ കണ്ടില്ല. വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള, നമുക്ക് എന്താ പറയുക, കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നുന്ന ഒരു സിനിമയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എൻ്റെ നിങ്ങൾ എത്ര പേര് സിനിമ കണ്ടു, നിങ്ങൾക്ക് എത്ര പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു അതുവരെയും വിഷ്ണു ചന്ദ്ര.